ആഫ്രിക്കയിലെ സൊമാലിലാൻഡ് പറഞ്ഞ രാജ്യത്താണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് സൊമാലിലാൻഡിൻ്റെ ഡൗൺ ടൗണ്, അതേപോലെ തന്നെ ഇവിടുത്തെ മലയാളീസിൻ്റെ മൊബൈൽ റിപ്പയറിങ്ങിൻ്റെ ഷോപ്പ്, അതേപോലെ തന്നെ ഇവിടെ സിംഹത്തിൻ്റെ ഒരു സൂ ഉണ്ട്. ആ സൂ കാണാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് സിയാദ് ബ്രോ ആണ്. സിയാദ് ബ്രോ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. നമ്മൾ ഈ പോണത് ആക്റ്റീവിലാണ് പോണത്. ഈ ആക്റ്റീവ ഈ രാജ്യത്ത് ഒറ്റ പീസുള്ളൂ, അതും കേരളത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടി. പക്ഷേ ഈ വണ്ടി ഇനി കേരളത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാറിന് എടുക്കണം. കാരണം ഇത് സൊമാലിലാൻഡുകാരനായി. അപ്പോൾ നമുക്ക് യാത്ര പോയി നോക്കാം. ഇവിടെ ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. പക്ഷേ ഇവിടെ മാനുഫാക്ചറിങ് ഇല്ലാത്തതുകൊണ്ടും അസംബ്ലിങ് ഇല്ലാത്തതുകൊണ്ടും കംപ്ലീറ്റ് ഇവിടെ ഓടുന്ന വണ്ടികൾ ഇമ്പോർട്ട് ചെയ്താണ്. പ്രത്യേകിച്ച് ജപ്പാൻ പോലുള്ള രാജ്യത്ത് ഇമ്പോർട്ട് ചെയ്ത റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സ്റ്റിയറിങ്ങിലെ വണ്ടി ആയതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും മിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഈ ബസ് ശരിക്കും ട്രാൻസ്പോർട്ട് അല്ലേ ഇവിടുത്തെ ലോക്കൽ ബസ്സല്ലേ ഇത്, ഈ സിറ്റി കൂടിയൊക്കെ പോണേ. ഇത് 4000 ഷില്ലിങ് ആണ് അല്ലേ എവിടേക്ക് പോവാന്നുണ്ടെങ്കിലും. വണ്ടിയുണ്ട് ബാക്കിൽ 4000 ഷില്ലിങ്. ഇതുണ്ടോ ഇതിന്റെ ഡോറ് വരുന്നത് ഈ സൈഡിലാണ്, നേരെ റോഡിലേക്കാണ് ആൾക്കാർ ഇറക്കാം. അത് കയറാൻ പോണില്ലേ. പിന്നെ ഹെൽമെറ്റ് ഒന്നും വേണ്ട അല്ലേ. ഹെൽമെറ്റ് ഒന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. ഷൂ ഷൂ മസ്റ്റ് ആണ് അല്ലേ ഡ്രൈവ് ചെയ്യണമെങ്കിൽ. ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷൂ മസ്റ്റ് ആണ്. ഹെൽമെറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഷൂ മസ്റ്റ് ആണ്. അത് ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. ഹെൽമെറ്റ് വേണം പക്ഷെ ഷൂ മസ്റ്റ് ആണ് ആ ഒരു സംസ്ഥാനത്ത്. ഇതൊക്കെ സ്ട്രീറ്റിലുള്ള കച്ചവടമാണ്. കഴുത വണ്ടി ഉണ്ടല്ലേ, കഴുത വണ്ടി. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രശ്നം എല്ലാ സാധനങ്ങളും ചീപ്പാണ്. അതായത് ഇലക്ട്രോണിക്സ് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാ ചീപ്പില്ലേ, ടോയ്സ് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഭയങ്കര ചീപ്പാണ്. നമ്മളവിടെ ഒരു നല്ല വ്യത്യാസമുണ്ട്, നല്ലൊരു എമൗണ്ട് വ്യത്യാസമുണ്ട്. ദുബായിനൊക്കെ അപേക്ഷിക്കാന്നുണ്ടെങ്കിലും നല്ലൊരു എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണെന്നില്ല അറിയില്ല. അതേപോലെ ചോക്ലേറ്റ് ഇവിടെ ചീപ്പാണ് അല്ലേ. ചോക്ലേറ്റ് ടാക്സ് ഇല്ല. ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ടാക്സ് കുറവാണ്. ചോക്ലേറ്റ് ഒക്കെ നല്ല ചീപ്പാ പ്രൈസ്. ക്വാളിറ്റി സെയിം ക്വാളിറ്റി. ഇതാണ് നേരത്തെ പറഞ്ഞ മലയാളീസ് ഉള്ള ഷോപ്പ് കേട്ടോ. ഇവിടെ അടച്ചിട്ടല്ലേ. അസറിന് ശേഷം അസർസ്കാരത്തിന് ശേഷം ഷോപ്പ് തുറക്കുക. സ്മാർട്ടൊക്കെ ആണ് ഇവിടെ അത്യാവശ്യം ഐഫോൺ റിപ്പയർ ഒക്കെ ചെയ്യുന്നൊരു ഷോപ്പ്. മലയാളീസ് തന്നെയാണ് ഇവിടുത്തെ ടെക്നീഷ്യന്മാർ. ഇവർക്ക് മലയാളീസിന് ഇന്ത്യക്കാരെ ഒരു പ്രത്യേക സ്നേഹമാണ് അല്ലേ. ഇൻസ്റ്റാഗ്രാമിലെ പേര് ഓക്കെ. ഞാൻ ഇപ്പോൾ ഉള്ള നമ്മളെ സ്മാർട്ട് ടെക്കിലെ സീനിയർ ടെക്നീഷ്യൻ അല്ലേ, 6 വർഷമായി സീനിയർ ടെക്നീഷ്യന്. സാൻഡിൻ്റെ കൂടെയാണ്. സാൻഡി പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് കാസർഗോഡ് ഉള്ള ആളാണ്, കാഞ്ഞങ്ങാട് ഉള്ള ആൾ. അപ്പോൾ കാസർഗോഡ് KL14 എവിടെ എന്താ പറയുക ചന്ദ്രനിൽ നമ്മളെ മലയാളീസിലുണ്ടാവുന്ന പറഞ്ഞാൽ കാസർഗോഡാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേരയിൽ മൊത്തം നമുക്കറിയാം ചങ്കാട്ടോ. ഇപ്പോൾ എൻ്റെ ബോസ് കാസർഗോഡാണ്, ഉപ്പളുള്ള ആളാണ്. അപ്പോൾ കാസർഗോഡ് നമുക്ക് അത്ര ഒരു കണക്ഷൻ ഉണ്ട്. സാൻഡി എത്ര വർഷമായി ഇവിടെ? 6 വർഷത്തിന് മേലായി. ഇവിടുത്തെ ലൈഫ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ക്ലൈമറ്റ് ഇടയ്ക്കൊരു ചൂടും അല്ലേ, രാത്രി ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇനി കുറച്ച് 2 ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല തണുപ്പിന്റെ സീസണാണ്. ഒക്ടോബർ നവംബറിലാണ്. പിന്നെ അതേപോലെ വർക്കും കാര്യങ്ങളൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടൂൾസും സാധനങ്ങളൊക്കെ നമുക്ക് ബോസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് എത്തിച്ചിരുന്നുണ്ട്. ഈ എന്ത് അപ്ഡേഷന് പുതിയൊരു അപ്ഡേഷൻ ടൂൾസ് വന്നു കഴിഞ്ഞാലും എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. കാരണം ഇത് ഇത്രയും കാര്യമായിട്ട് അവിടുന്ന് വരുന്നത് ദുബായ്, ചൈന, 2 സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. ചൈനയിൽ നിന്ന് വരുന്നുണ്ട്, ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അതൊക്കെ ബോസുമാരും കാര്യങ്ങളൊക്കെ ചെയ്യല്. ഓക്കെ, എന്തായാലും ഇത്ര മതി. പിന്നെ ഇതുവരെ സഹകരിച്ചതിന് നന്ദി. എന്താ പറയുക, പിന്നെ അതേമാതിരി ബ്രിഡ്കോ ജസ്റ്റ് പറയണേ, ബ്രിഡ്കോ
സ്പോൺസർ ചെയ്യുന്ന ഒരു സിൻസിസിയാൻ്റെ കാർഡ് 1 year ആക്ടിവേഷൻ കാർഡും പിന്നെ അതേമാതിരി മല്ലുടെക്കിൻ്റെ ഒരു ടീഷർട്ടും ഞങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഇതേപോലെ നമ്പർ ഉണ്ടാവും കേട്ടോ. ഇതേപോലെ എല്ലായിടത്തും നമ്പർ ഉണ്ടാവും. ഈ നമ്പർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ വെച്ചിട്ട് ഇതേപോലെ കോഡ് അടിച്ചിട്ട് അതുവഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. നമ്മളിപ്പം ഡോളർ സൊമാലിലാൻഡ് ഷില്ലിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പം 3 രൂപ 30,000 കിട്ടി. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനല്ലേ? അത് നമ്മളുടെ കുഴപ്പമില്ല. നമ്മൾ ഈ നമ്പർ എടുക്കുക, കോഡ് എടുക്കുക, 3 സ്റ്റാർ അവിടെ എഴുതിയിട്ട് നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഉണ്ടാവും 26930. അലമ്പ് ചക്കന്മാരല്ലേ? ആ സൈഡിൽ കാണണ കാത്തിൻ്റെ ഷോപ്പ് കഴിഞ്ഞു. ഇനി ഉണ്ടാവും. അതാ കാണുന്ന പച്ച കളർ ഈ സൈഡിൽ കാണുന്ന സാധനമാണ് കാത്തിൻ്റെ ഷോപ്പ്. ഇതിവിടെ ലീഗലാണ്. പോട്ടെ പോട്ടെ, ഇനി എടുത്തോ. സോറി ഇതാണ് കാത്തിൻ്റെ ഷോപ്പ്. നല്ലൊരു മഴക്കോളുണ്ട്, മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും ഇതിൽ കൂടി ഡ്രൈവ് ചെയ്യണ തന്നെ വേറൊരു വൈബാട്ടോ അല്ലേ? നല്ല റോഡുണ്ട്. ഈ ടൈമിന് കുറച്ച് പോലീസ് ആൾക്കാർ പിടിച്ചു നൽകി കൂടുതലാണ്. അപ്പൊ ഈ റോഡ് വെച്ചാൽ അത്ര ഒരു മെയിൻ റോഡ് ഏരിയ അല്ല. പോലീസ് ഉണ്ടാവില്ല. ഇവിടുത്തെ ജിമ്മ് അർഗീസിയ ഫിസിക്കൽ ജിം, ഫിസിക് ജിമ്മ് എന്നായിരിക്കണം. ഫിസിക് ജിമ്മ്. അത് നിന്നല്ല മഴ, അങ്ങോട്ടാ മഴ. ഇത് വേറെ പഞ്ചായത്താണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള മഴയാണ്. ഞാൻ നാട്ടിലുണ്ട്. ഇവിടെ ബോഗൺവില്ല നല്ലോണം ഉണ്ട് അല്ലേ? ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടറിയില്ല. മുന്നത്തെ നഗരം കാണാൻ ഭയങ്കര രസമാണ്. ഒരു വലിയ സ്ക്രീനിലേക്ക് കാണുന്നുണ്ടെങ്കിൽ മേ ബി അത് കാണാൻ പറ്റുന്നുണ്ടാവും. മുന്നിൽ നിരന്ന് കിടക്കുന്ന ഒരു വലിയൊരു പട്ടണം. ഈ പട്ടണത്തിൻ്റെ മുന്നിൽ അബീബി